ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് PSC കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ 2024 കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചർച്ച ചെയ്തു വരുന്നത് അല്ലേ. ഓൾറെഡി കേരള, ഇന്ത്യ, ഇൻ്റർനാഷണൽ അഫയേഴ്സ് 2024 ഒക്ടോബർ, നവംബർ 2 മാസങ്ങളിലെ 4 ക്ലാസ്സുകളിലാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024 അവസാന മാസമുള്ള ഡിസംബർ മാസമാണ്. ഡിസംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 ക്ലാസ്സുകൾ തന്നെ അല്ലെങ്കിൽ 2 പാർട്ട് തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എന്ന്. ആദ്യത്തെ ന്യൂസ് എന്താണ്? പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിതി എസ് നായർ. എന്താണ് കാര്യം? നമുക്കറിയാം പീരിയോഡിക് ടേബിൾ അറിയാം അല്ലേ. പീരിയോഡിക് ടേബിളിൽ ഒരുപാട് മൂലകങ്ങൾ ഉണ്ടെന്ന രീതിയിൽ നമുക്കറിയാം. ഇവിടെയൊക്കെ കാണുന്നുണ്ട് മൂലകങ്ങൾ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ ഇവിടെയുള്ള ഈ ഒരു മൂലകങ്ങളിലെ എലമെൻസിൽ എന്താണ് 62 എലമെൻസിനെ എന്താണ് 1 മിനിറ്റിന് 60 സെക്കൻഡിനുള്ളിൽ 62 എലമെൻസിനെ തിരിച്ചറിഞ്ഞിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയതാണ് സർവോദയ സെൻട്രൽ സ്കൂളിലെ 7th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയായുള്ള ദിതി എസ് നായർ. ആ ഒരു കുട്ടിയുടെ പേര് അവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ചിലപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നേക്കാം. PSC ബുള്ളറ്റിനിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. 2024 നമ്മുടെ മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അവാർഡ് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ചു അല്ലേ. എന്താണ്? ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബെന്യാമിൻ്റെ ആടുജീവിതം എന്താണ് ബ്ലെസ്സി സിനിമയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനെന്താണ് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. അതിൽ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മ്യൂസിക്കിന് എത്രത്തോളം പ്രാധാന്യം ആ ഒരു സിനിമയിലുണ്ടെന്ന്. സോ അതിനൊക്കെ എന്താണ് ഒരു അംഗീകാരം എന്ന രീതിയിൽ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ഈ പറയുന്ന ആടുജീവിതത്തിൽ സംഗീത സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റ് അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? UK ജോൺ ടിന്നീസ്വുഡ് വേൾഡ്സ് ഓൾഡസ്റ്റ് മാൻ പാസസ് അവേ അറ്റ് 1112. എന്താണ്? ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന പ്രത്യേകത ഉണ്ടായിരുന്ന ആളാണ് ജോൺ ടിന്നീസ്വുഡ്. ആ ജോൺ ടിന്നീസ്വുഡ് തൻ്റെ 112ാമത്തെ വയസ്സിൽ അടുത്തിടെ അന്തരിച്ചു. 2024 ഏപ്രിൽ മാസത്തിൽ 114കാരനായുള്ള ജുവാൻ വിസെൻ്റെ പെരേസ് അന്തരിച്ചതിന് ശേഷമാണ് ഈ ഒരു നേട്ടം ജോൺ ടിന്നീസ്വുഡിന് തേടി വന്നത്. സോ അത്തരത്തിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന പ്രത്യേകത ഈ ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ബ്രിട്ടനിൽ 2020 തൊട്ടിട്ടത് ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രായമേറിയ വ്യക്തി. ബട്ട് ലോകത്ത് നോക്കുമ്പോൾ എന്താണ് അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്ന ജുവാൻ വിസെൻ്റെ പെരസ് മൊറ ആ രീതിയിൽ 114 വയസ്സുകാരൻ 2024 ഏപ്രിൽ മാസത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏപ്രിൽ തൊട്ടിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ വരെ എന്താണ് UK ജോൺ ടിന്നീസ്വുഡ് ആയിരുന്നു ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും പ്രായമേറിയത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡൊക്കെ നമുക്ക് കാണാമല്ലേ. സോ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 25 ലക്ഷം ദീപങ്ങൾ കത്തിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഹി ബിക്കേം ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ലിവിംഗ് മാൻ ഇൻ ഏപ്രിൽ 2024 വെൻ ജുവാൻ വിസെൻ്റെ പെരേസ് മോറ ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 114. 114ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ജോൺ ടിന്നീസ്വുഡ് ഇതുപോലെ വന്നത്. സോ ജോൺ ടിന്നീസ്വുഡ് മരണപ്പെട്ടതിന് ശേഷം ഇനി ആരെന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ബ്രസീലുകാരനായുള്ള ജോ മറീനോ നേറ്റോ ആണ്. 2025 ജനുവരി മാസം ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജോവ മറീനോ നേറ്റോ എന്ന് പറഞ്ഞ ബ്രസീലുകാരൻ 112 വയസ്സും 106 വയസ്സും 112 വർഷവും 106 ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ആ രീതിയിൽ നിലവിൽ അദ്ദേഹമാണ് ഉള്ളത്. ഓക്കെ, പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജനുവരി മാസത്തിലെ കറണ്ട് അഫയർ പ്രകാരം അദ്ദേഹം തന്നെയാണ് ജോൺ ടിന്നീസ്വുഡ് recognized by the Guinness Book of World Record as the world's oldest man in April 2024. Mr. Tinniswood, who was born in 26 August 1912, the same year Titanic sank, became UK's oldest man in 2020. 1912 ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു കപ്പൽ മുങ്ങിയിട്ട് എന്താണ് നമ്മുടെ ജാക്കും റോസൊക്കെ മുങ്ങി പോവുകയും എന്നിട്ട് ജാക്ക് മരണപ്പെടുന്നതൊക്കെ ചെയ്യുന്നത് 1912 അല്ലേ. സോ 1912 ആ ഒരു അപകടം നടന്ന ആ വർഷം ഉണ്ടല്ലോ, ആ വർഷമാണ്
ജോൺ ടിന്നീസ് കൂടി ജനിക്കുന്നത്. 2020 UK ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി 2024 ഏപ്രിൽ വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് എന്താണ്? ഒഡീഷ വിൻസ് മെയ്ഡൻ ഗോൾഡ് ഇൻ മെൻസ് സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ്. റീസെൻ്റ് ആയിട്ട് നടന്ന മെൻസ് സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഒഡീഷ അവരുടെ ആദ്യത്തെ സ്വർണം സ്വന്തമാക്കി, ആദ്യത്തെ ടൈറ്റിൽ സ്വന്തമാക്കി. ഓക്കെ, ഒഡീഷ വിൻസ് മെയ്ഡൻ ഗോൾഡ് ഇൻ മെൻസ് സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ്. ചോദ്യം എങ്ങനെയാണ് വരിക? 2024 മെൻസ് സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ടീം ഏതാണ്? ഒഡീഷയാണ്. അല്ലെങ്കിൽ ഒഡീഷ എത്രാമത്തെ തവണയാണ് വിജയിക്കുന്നത്? ഒഡീഷ ആദ്യമായിട്ടാണ് വിജയിക്കുന്നത്. 2 തവണ വിജയിച്ചുള്ള ഹരിയാനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒഡീഷ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഒഡീഷ ഹാമേഡ് 2 ടൈം ചാമ്പ്യൻ ഹരിയാന ഇൻ ദ ഫൈനൽ ഓഫ് ദ ഹോക്കി ഇന്ത്യ 14th സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. ഇതിൻ്റെ ഫൈനൽ നടന്ന വെന്യൂ ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടുവിലെ ചെന്നൈയിലാണ്. SDAT മേയർ രാധാകൃഷ്ണൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നത്. ഒഡീഷയും ഹരിയാനയുമായിരുന്നു ഫൈനലിൽ പോരാടിയത്. അതിൽ ഒഡീഷ വിജയിച്ചു. ദ ഫൈനൽ മാച്ച് ഹെൽഡ് അറ്റ് ദ SDAT മേയർ രാധാകൃഷ്ണൻ സ്റ്റേഡിയം, ചെന്നൈ, തമിഴ്നാടു. ഫോർ ഹരിയാന ഇറ്റ് വാസ് ഇറ്റ് സെക്കൻഡ് സക്സസീവ് ഡിഫീറ്റ് ഇൻ ദ സമ്മിറ്റ് ക്ലാഷ്, ഹാവിംഗ് ലോസ് ടു പഞ്ചാബ് ലാസ്റ്റ് ടൈം. സാധാരണ നമ്മൾ പറയാറുണ്ട് സെക്കൻഡ് സക്സസീവ് വിക്ടറി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ബട്ട് ഇവിടെ എന്താണ്? സെക്കൻഡ് സക്സസീവ് ലോസ്റ്റ് ആയിപ്പോയി ഫൈനലിൽ. കഴിഞ്ഞ തവണ 2023 ഇതുപോലെ തന്നെ ഫൈനലിൽ കയറിയിട്ട് ഹരിയാന എന്താണ് പഞ്ചാബിനോട് പരാജയപ്പെട്ടു. ഇനി 3-ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. മണിപ്പൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയല്ലേ. സോ ഗോൾഡ് ആർക്കാണ്? ഒഡീഷയ്ക്കാണ്. സിൽവർ ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. ഉത്തർപ്രദേശിനാണ് ബ്രോൺസ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. മണിപ്പൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉത്തർപ്രദേശിന് ബ്രോൺസ് ലഭിച്ചു. വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിന്നർ 2024 ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ഹരിയാന മെൻസിൽ പരാജയപ്പെട്ടെങ്കിലും വുമൺസിൽ ഹരിയാന വിജയിച്ചിട്ട് അവരുടെ 3ാമത്തെ ടൈറ്റിൽ കൂടിയായിരുന്നു വുമൺസിൽ. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? UN ലിസ്റ്റ് ഛത്തീസ്ഗഡ് ബസ്താർ വില്ലേജസ് ടൂറിസം ഡെസ്റ്റിനേഷൻ. എന്താണ് കാര്യം? റീസെൻ്റ് ആയിട്ട് ഛത്തീസ്ഗഡിൽ ബസ്താർ വില്ലേജ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരും. ബസ്താർ വില്ലേജ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? എങ്ങനെയാണ് ചോദ്യം വന്നത്? റീസെൻ്റ് ആയിട്ട് UN ലിസ്റ്റിൽ അവരുടെ UN ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ബസ്താർ വില്ലേജിന് ഈ ഒരു പ്രത്യേകത വന്നത് അല്ലേ. ബസ്താർ വില്ലേജിൽ ദുദ്മറാസ്, ഓക്കെ, ദുദ്മറാസ് എന്ന് പറയും. ദുദ്മറാസ് എ വില്ലേജ് ഇൻ ഛത്തീസ്ഗഡ് ബസ്താർ ഡിസ്ട്രിക്റ്റ്. ബസ്താർ ഡിസ്ട്രിക്റ്റിൽ എന്താണ്? ദുദ്മറാസ് എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. കൃത്യമായിട്ട് വില്ലേജിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദുദ്മറാസ് എന്നാണ്. ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ആ ഒരു വില്ലേജ്, ബസ്താർ വില്ലേജ്, ആ ഒരു വില്ലേജ് ദുദ്മറാസ് എന്നാണ്. വില്ലേജിന് കൃത്യമായുള്ള പേര്. വാസ് സെലക്ടഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആസ് എ ബെസ്റ്റ് ടൂറിസം വില്ലേജ്. 2024 ബെസ്റ്റ് ടൂറിസം വില്ലേജ് ആയിട്ട് ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ദുദ്മറാസ് എന്ന് പറയുന്ന വില്ലേജ് തിരഞ്ഞെടുക്കപ്പെട്ടു. ദ വില്ലേജ് ഈസ് ലൊക്കേറ്റഡ് കാങ്കർവാലി നാഷണൽ പാർക്ക് ആൻഡ് ഈസ് നോൺ ഫോർ ഇസ് റിച്ച് കൾച്ചർ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ടൂറിസം പൊട്ടൻഷ്യൽ. അതായത് ഈ ഒരു ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ട കാങ്കർവാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുദ്മറാസ് was selected from over 260 application worldwide for the best tourism village upgrade program. 260ഓളം വിവിധ ടൂറിസം സ്പോട്ടുകളിൽ നിന്നുമാണ് ഫൈനലൈസ് ചെയ്യപ്പെട്ടത്. ദ UNWTO വേൾഡ് ബെസ്റ്റ് ടൂറിസം വില്ലേജ് അപ്ഗ്രേഡ് പ്രോഗ്രാം വിൽ ഹെൽപ്പ് ദുദ്മറാസ് ഇംപ്രൂവ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ജസ്റ്റ് നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം എന്താണ്? ഒന്ന് റീസെൻ്റായിട്ട് UN ഛത്തീസ്ഗഡിലെ ബസ്താർ വില്ലേജിന് എന്താണ്? ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ആ ഒരു ദുദ്മറാസ് വില്ലേജിന് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ ദുദ്മറാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബസ്താർ വില്ലേജ് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ കാങ്കർവാലി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ബീഹാർ ടു ഹോസ്റ്റ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആൻഡ് പാരാ ഗെയിംസ് ഇൻ 2025. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണല്ലേ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 എവിടെ വെച്ച് നടക്കുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ 2023 എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? പാരാ ഗെയിംസ് എവിടെ വെച്ച് നടക്കുന്നു? എവിടെ വെച്ചായിരുന്നു നടന്നത് എന്നൊക്കെ ചോദ്യങ്ങളായിട്ട് വരും. സോ 2025 നടക്കാൻ വേണ്ടി പോകുന്ന ഏപ്രിൽ മാസത്തിൽ അപ്കമിങ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്നൊരു ടൂർണമെൻ്റ് ആണ്. അതിൻ്റെ വെന്യൂ റീസെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെന്യൂ എവിടെയാണ്? ബീഹാറാണ് അല്ലേ. ബീഹാറാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആയാലും ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആയാലും രണ്ടിനും എന്താണ് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത് 2025 ഏപ്രിൽ മാസത്തിൽ.
ബീഹാർ വിൽ ഹോസ്റ്റ് ദ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇൻ ഏപ്രിൽ 2025. 2025 ഏപ്രിൽ മാസത്തിലാണ് ബീഹാർ എന്താണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും കേലോ ഇന്ത്യ പാരാ ഗെയിംസിനും യൂത്ത് പാരാ ഗെയിംസിനും ആതിഥേയത്വം വഹിക്കുന്നത്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാം. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? 2025 ബീഹാർ ആതിഥേയത്വം വഹിക്കുന്നു. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ്. 2024, അതായത് 2024 തന്നെ 2 ടൂർണമെന്റ് ഞാൻ പറഞ്ഞുതരാം. 2024 ഈ ഒരു പ്രഖ്യാപനം വന്നത്, ഓക്കെ, 2024 ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് നവംബർ മാസമല്ലേ, അത് 2025 അല്ലേ. എന്നാൽ 2024 ജനുവരി മാസത്തിൽ എന്താണ് ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് തമിഴ്നാടുവിൽ വെച്ചിട്ടാണ്. 2024 തമിഴ്നാടുവിൽ വെച്ചിട്ടാണ് ബീഹാർ വിൽ ഹോസ്റ്റ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഏപ്രിൽ. എ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ഓഫ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ദിസ് വിൽ മാർക്ക് ദ ഫസ്റ്റ് ടൈം ബീഹാർ വിൽ ഹോസ്റ്റ് ദിസ് പ്രസ്റ്റീജിയസ് മൾട്ടി സ്പോർട്സ് ഇവന്റ്. ആദ്യമായിട്ടാണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും കേലോ ഇന്ത്യ പാരാ ഗെയിംസിനും ബീഹാർ ആതിഥേയത്വം വഹിക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം കേലോ ഇന്ത്യ പാരാ ഗെയിംസ് വിൽ ഓൾസോ ബി ഹെൽഡ് ഇൻ ബീഹാർ ഫോളോയിങ് ദ സക്സസ് ഓഫ് ദ ഇനോഗ്രൽ എഡിഷൻ ഡൽഹി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷമാണ് കേലോ ഇന്ത്യ പാരാ ഗെയിംസ്, അതുവരെ പാരാ ഗെയിംസ് ഉണ്ടായിരുന്നില്ല, പാരാ ഗെയിംസ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് എന്താണ് ഡൽഹിയിൽ നടന്നു. ഇത്തവണ ബീഹാറിലും ആദ്യമായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രീവിയസ്ലി ദ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഹെൽഡ് ഇൻ തമിഴ്നാടുവിൽ ജനുവരി 2024. 2024 തമിഴ്നാടുവിലായിരുന്നു കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. പാരാ ഗെയിംസ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, പാരാ ഗെയിംസ് ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ബട്ട് ഇത്തവണ എന്താണ് 2025 നെക്സ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടും ബീഹാറിൽ വെച്ചിട്ടാണ്. ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന്. 2024 നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും ബെസ്റ്റ് ലൈബ്രറി അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ എന്ന് പറയുമ്പോൾ എന്താണ്? ജൂൺ 19 വായനാ ദിനം അല്ലേ. സോ PN പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ജൂൺ 19 വായനാ ദിനമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം എന്നൊക്കെ ചോദിക്കാറുണ്ട്. PN പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിനാണ് ലഭിച്ചത്. നെക്സ്റ്റ് എന്താണ്? കണ്ണൂർ ജില്ലയിലെ കലാ സാംസ്കാരിക സംഘടനയായുള്ള ഫേസ് മാധമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരം നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചു. എന്താണ് കാര്യം? കേസരി നായനാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കും. നിലമ്പൂർ ആയിഷയ്ക്കാണല്ലേ. ആരാണ് സംഘടിപ്പിക്കുന്നത്? കണ്ണൂർ ജില്ലയിലെ കലാ സാംസ്കാരിക സംഘടനയുള്ള ഫേസ് മാധമംഗലമാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേസരി നായനാർ പുരസ്കാരമാണ് ഈ ഒരു അവാർഡ് ആർക്കാണ് ലഭിച്ചത്? നിലമ്പൂർ ആയിഷയ്ക്കാണല്ലേ. മലയാളത്തിലെ ആദ്യ കഥാകൃത്തും നിയമസഭ സാമാജികനും സാമൂഹ്യ പരിഷ്കരണവാദിയുമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്ക് 2014 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് കേസരി നായനാർ പുരസ്കാരം. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മയ്ക്ക് 2014 മുതൽ നൽകി വരുന്ന അവാർഡാണ് കേസരി നായനാർ പുരസ്കാരം. അത് ഇത്തവണ 2024 ആർക്ക് ലഭിച്ചു? നാടക ചലച്ചിത്ര നടിയായുള്ള നിലമ്പൂർ ആയിഷയ്ക്ക്. നിലമ്പൂർ ആയിഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയുണ്ടല്ലോ, മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച ആയിഷ എന്ന് പറഞ്ഞ സിനിമയല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. എന്താണ്? 2024 JCB സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു അല്ലേ. JCB ലിറ്റററി അവാർഡ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്ക് ലഭിച്ചു? ഉപമന്യു ചാറ്റർജിക്ക് ലഭിച്ചു അല്ലേ. അദ്ദേഹത്തിന്റെ പുസ്തകം എന്താണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നതാണ് ആ ഒരു നോവൽ. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഉപമന്യു ചാറ്റർജിയുടെ പേര് പഠിക്കുക, അവാർഡ് JCB സാഹിത്യ അവാർഡ് പഠിക്കുക, അതുപോലെ പുസ്തകം ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും ഒരു കാര്യമായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? കാലിക്കറ്റ് FC പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീടത്തിൽ മുത്തമിട്ടു. റീസെന്റ് ആയിട്ട് എന്താണ്? സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് ആദ്യമായിട്ട് നടന്നു അല്ലേ. അതിൽ ആര് വിജയിച്ചു? കാലിക്കറ്റ് FC റീസെന്റ് ആയിട്ട് വിജയിച്ചു. എന്നാൽ റണ്ണറപ്പായിട്ട് മാറിയതാരാണ്? കൊച്ചിയാണല്ലേ. കന്നി കിരീടം മോഹിച്ചെത്തിയ കൊച്ചിക്ക് നിരാശയോടെ മടക്കം. ഇതൊക്കെ ന്യൂസിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സാഹിത്യാത്മകമായിട്ടുള്ള വാക്കുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാലിക്കറ്റ് FC പ്രഥമ സൂപ്പർ ലീഗ് കേരളത്തിൽ മുത്തമിട്ടു. കന്നി കിരീടത്തിൽ മോഹിച്ചെത്തിയ കൊച്ചിക്ക് എന്താണ്? നിരാശയോടെ മടക്കം വന്നു അല്ലേ, അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോയി. ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? പ്രൈം മിനിസ്റ്റർ മോദി റിസീവ്സ് ഗ്ലോബൽ പീസ് അവാർഡ് ഇൻ വാഷിംഗ്ടൺ. റീസെന്റ് ആയിട്ട് വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്ലോബൽ പീസ് അവാർഡ് ആർക്ക് ലഭിച്ചു? നമ്മുടെ
പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിച്ചു അല്ലേ. മെയിനായിട്ട് ഈ ഒരു ഗ്ലോബൽ പീസ് അവാർഡ് നൽകുന്നത് മൈനോറിറ്റി അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ, അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. സോ ഇന്ത്യയിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മൈനോറിറ്റി അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾക്കാണ് ഇത്തരത്തിൽ ഗ്ലോബൽ പീസ് അവാർഡ് വാഷിംഗ്ടണിൽ വെച്ചിട്ട് നൽകപ്പെട്ടത്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് എന്നാണ് ഈ ഒരു അവാർഡിനെ കൃത്യമായിട്ട് വിളിക്കുന്നത്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി വാസ് ഹോണേർഡ് in absentia with the Dr. Martin Luther King Jr. Global Peace Award for Minority Upliftment. The award was jointly presented by Washington Adventist University and AIAM, അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ മൈനോറിറ്റീസും അതുപോലെ വാഷിംഗ്ടൺ അഡ്വന്റിസ്റ്റുമാണ് യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ടാണ് ഈ അവാർഡ് നൽകുന്നത്. ദ അസോസിയേഷൻ ഓഫ് ദ ഇന്ത്യൻ അമേരിക്കൻ മൈനോറിറ്റീസ്, എ ന്യൂലി ലോഞ്ച്ഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, was inaugurated on November 22nd, 2024 in Maryland, USA. The organization aims to foster unity and upliftment minority communities. അതുകൂടെ അവിടെ നിന്ന് ഓർത്തുക്കണം. യൂണിറ്റിയും അതുപോലെ ഈ ഒരു മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ഒരു അവാർഡ് ആർക്ക് ലഭിച്ചു? എന്താണ് അവാർഡ്? ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ്. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ജി ബാലസുബ്രഹ്മണ്യൻ അപ്പോയിന്റ് ആസ് ഹൈ കമ്മീഷൻ ടു മാലിദ്വീപ്സ്. മാലിദ്വീപ്സിന്റെ ഹൈ കമ്മീഷനായിട്ട് റീസെന്റ് ആയിട്ട് ആര് നിയോഗിക്കപ്പെട്ടു? ജി ബാലസുബ്രഹ്മണ്യൻ അല്ലേ. സോ ഇത്തരത്തിൽ ഹൈ കമ്മീഷണേഴ്സ് ചോദിക്കാറുണ്ട്, അംബാസഡേഴ്സും ഹൈ കമ്മീഷണേഴ്സും ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ വന്ന പ്രധാനപ്പെട്ട 1-2 പേരുകൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. അതിലൊരു പേരാണ് ജി ബാലസുബ്രഹ്മണ്യം. ഓക്കെ, ജി ബാലസുബ്രഹ്മണ്യൻ പ്രസന്റ്ലി ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ടു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ. ഓൾറെഡി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയയുടെ ഇന്ത്യൻ അംബാസഡർ എന്ന രീതിയിലുള്ള വ്യക്തിയാണ്. ഹി ഹാസ് ബീൻ അപ്പോയിന്റ് ആസ് എ നെക്സ്റ്റ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു റിപ്പബ്ലിക് ഓഫ് മാലിദ്വീപ്സ്. റിപ്പബ്ലിക് ഓഫ് മാലിദ്വീപ്സിലെ ഇന്ത്യൻ അംബാസഡർ എന്ന രീതിയിൽ, ഹൈ കമ്മീഷൻ എന്ന രീതിയിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു അല്ലേ. റിപ്പബ്ലിക് ഓഫ് മാലിദ്വീപ്സിൽ ഹൈ കമ്മീഷൻ എന്ന രീതിയിൽ, ഇന്ത്യൻ ഹൈ കമ്മീഷൻ എന്ന രീതിയിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു. അപ്പോയിന്റ് ആസ് എ നെക്സ്റ്റ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു ദ റിപ്പബ്ലിക് ഓഫ് മാലിദ്വീപ്സ്. ചോദ്യം വരും, ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു റിപ്പബ്ലിക് ഓഫ് മാൽദീവ്സ്? ആരാണ്? ജി ബാലസുബ്രഹ്മണ്യനാണ് അപ്പോയിന്റഡ് ആസ് ഹൈ കമ്മീഷണർ ടു മാൽദീവ്സ്, റീപ്ലേസിംഗ് മനു മഹാവാർ, who has held the post since November 2021. 2021 നവംബർ തൊട്ടിട്ട് 2024 നവംബർ വരെ മനു മഹാവാർ ആയിരുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ടു മാൽദീവ്സ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജി ബാലസുബ്രഹ്മണ്യം വന്നു. ഇന്ത്യ മാൽദീവ്സ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ഇൻ 1965 ഫോളോയിങ് മാൽദീവ്സ് ഇൻഡിപെൻഡൻസ്. അതുകൂടെ ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് ഇന്ത്യ അപ്പോയിന്റ്സ് ദിനേഷ് ഭാട്ടിയാസ് ബ്രസീൽ അംബാസഡർ. മറ്റൊരു അംബാസഡർ കൂടെ വന്നു. മാൽദീവ്സ് കഴിഞ്ഞു, വീണ്ടും വന്നു? ബ്രസീൽ അംബാസഡർ വന്നു അല്ലേ. മാൽദീവ്സ് ഹൈ കമ്മീഷൻ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ ബ്രസീൽ അംബാസഡറായിട്ട് ആര് വന്നു? ദിനേഷ് ഭാട്ടിയ വന്നു. ദിനേഷ് ഭാട്ടിയ ആൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ, ഇന്ത്യൻ IFS ഓഫീസർ ആണല്ലേ. ഫ്രം 1992 ബാച്ച് ഹാസ് ബീൻ നെയ്മഡ് ആസ് ഇന്ത്യസ് നെക്സ്റ്റ് അംബാസഡർ ടു ബ്രസീൽ. ഇന്ത്യയുടെ നെക്സ്റ്റ് അംബാസഡർ ടു ബ്രസീലായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. ഭാട്ടിയ ഈസ് കറന്റ്ലി സെർവിംഗ് ആസ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു അർജന്റീന, എ പൊസിഷൻ ഹി അസ്യൂംഡ് ഓൺ ഓഗസ്റ്റ് 21, 2019. 2019 തൊട്ടിട്ട് 2024 വരെ അർജന്റീനയുടെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. സോ അദ്ദേഹത്തെ അർജന്റീനയിൽ നിന്ന് മാറ്റിയിട്ട് ബ്രസീലിലേക്ക് കൊണ്ടുപോയല്ലേ. സോ ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ സാധ്യത കുറവാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കഷ്ടകാലത്തിന് മെയിൻസിലൊക്കെ ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകരുത്. ദേവി പുരാണ, എ റെൻഡിഷൻ ഓഫ് ശ്രീമദ് ദേവി ഭഗവതം എന്നതാണ് ആ ഒരു പുസ്തകത്തിന്റെ പേര്. 2023 എഴുതിയ പുസ്തകമായതുകൊണ്ടാണ് ഞാൻ അവിടെ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് ഓസ്ട്രേലിയസ് ഒളിമ്പ്യൻ എമ്മ മക്കിയോൺ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം സ്വിമ്മിംഗ്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് എമ്മ മക്കിയോൺ. കാരണം വനിതാ ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേരാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കിയ താരം കൂടിയാണ് ഈ പറഞ്ഞ എമ്മ മക്കിയോൺ. സോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ദ ഓസ്ട്രേലിയൻ സ്വിമ്മിംഗ് ഗ്രേറ്റ് ഹു വൺ വുമൺസ് 4x100 മീറ്റർ ഫ്രീ റിലേ ഗോൾഡ് അറ്റ് പാരീസ് 2024. 2024 പാരീസിൽ പാരീസ് ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ ഉണ്ട് അല്ലേ. ടു ആഡ് ടു 4 ഗോൾഡ് ഫ്രം ടോക്കിയോ 2020. 2020
ടോക്കിയോ ഒളിമ്പിക്സ് 4 ഗോൾഡ്, 1, 2, 3 അല്ല 4 ഗോൾഡ് സ്വന്തമാക്കി. പാരീസിൽ 1 ഗോൾഡ്. ഇനി എന്താണ് 2016 റിയോയിൽ 1 ഗോൾഡ്. ടോട്ടൽ എത്രയാണ്? 6 ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ ഇതുവരെയായിട്ട് സ്വിമ്മിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഒളിമ്പിക്സിൽ ഇതുവരെയായിട്ട് സ്വിമ്മിങ്ങിലൂടെ 6 ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞു. 6 ഗോൾഡ് മെഡലല്ല, ടോട്ടൽ 14 മെഡൽസ് ഉണ്ട്. ടോട്ടൽ 14 മെഡൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ 6 ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞു അല്ലേ, 3 സിൽവർ ഉണ്ട്. 6, 3, 9. ഇനി എത്ര ബാക്കിയുള്ള 5 അല്ലേ, 5 ബ്രോൺസ്. ഓക്കെ, 14 മെഡൽസ് ടോട്ടൽ. ഓസ്ട്രേലിയക്കാരിയുള്ള സ്വിമ്മർ എമ്മ മക്കിയോൺ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ 6 ഗോൾഡ്, 3 സിൽവർ, 5 ബ്രോൺസ്. ഇതിൽ എന്ത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ 4x100 മീറ്റർ ഫ്രീ റിലേയിൽ ഗോൾഡ് ഉണ്ട്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ, അത് 21 നടന്നത് അല്ലേ, COVID-19 ഇഷ്യൂസ് കാരണം അവിടെ 4 ഗോൾഡ് മെഡലും. അതിന് മുൻപ് നടന്ന 2016 റിയോ ഒളിമ്പിക്സിൽ അവിടെ എന്താണ് 1 ഗോൾഡ് മെഡലും നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബിഡ്സ് ഫെയർവെൽ ടു ദ സ്പോർട്സ് ആസ് ഹെർ നാഷൻസ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ഒളിമ്പ്യൻ വിത്ത് 14 മെഡൽസ് ഇൻ ഓൾ കളേഴ്സ്. അതായത് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് 3 കളറും. അതായത് കളർ എന്ന് ഉദ്ദേശിച്ചത് ഗോൾഡ്, മഞ്ഞയും അതുപോലെ സിൽവർ. എന്താണ് സിൽവർ കളർ അല്ലെങ്കിൽ ആ രീതിയിലല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. 14 ഒളിമ്പിക് മെഡൽസ്, 6 ഗോൾഡ്, 3 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. 3 ഒളിമ്പിക്സ്, അതായത് റിയോ ഒളിമ്പിക്സ് 2016, ടോക്കിയോ ഒളിമ്പിക്സ് 2020, പാരീസ് 2024, അങ്ങനെ 3 ഒളിമ്പിക്സിൽ ഭാഗമായിട്ടുണ്ട്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 7 മെഡൽസ്, അതിൽ 4 ഗോൾഡ് നമ്മൾ പറഞ്ഞു അല്ലേ. 2 most ever by female swimmer at single games and tied to the most for by any female athlete in the single Olympics. അതായത് ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സ് 7 മെഡൽ നേടിയല്ലോ. അത് ഇതുവരെയുള്ള ഒളിമ്പിക്സ് ചരിത്രത്തിൽ 2024 പോലും മറികടന്നില്ല. ഇതുവരെയുള്ള ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരു വനിത സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നേടിയ പരമാവധി ഗോൾഡാണ്. ഇനി മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വനിത ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നേടിയ ഗോൾഡിൻ്റെ എണ്ണം ഗോൾഡ് എല്ലാം മൊത്തത്തിൽ മെഡലിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നേടിയത് 7 മെഡൽ നേടിയ ഒരു വനിതയായിരുന്നു. ആ ഒരു മെഡലിൻ്റെ കൂടെ ആരാണ്? എമ്മ മക്കിയോണ്ട് 7 മെഡൽ കൂടെ എത്തിയിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? പ്രോബ 3 മിഷൻ. എന്താണ് കാര്യം? ISRO will launch യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് പ്രോബ 3 മിഷൻ മാർക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ഇൻ ഇന്റർനാഷണൽ സ്പേസ് കൊളാബറേഷൻ. എന്താണ് കാര്യം? ISRO എന്തെങ്കിലും ലോഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കണം നമ്മുടെ PSC അല്ലേ. അതിനിടയിൽ എന്ത് വന്നു? പ്രോബ മിഷൻ. ISRO, നമ്മുടെ ISROയും അതുപോലെ ESA യൂറോപ്യൻ സ്പേസ് ഏജൻസിയും തമ്മിൽ സഹകരിച്ചുകൊണ്ടെന്നാണ് പ്രോബ 3 എന്ന് പറഞ്ഞൊരു മിഷൻ ലോഞ്ച് ചെയ്യേണ്ടത്. പ്രോബ എന്ന് പറയുന്ന മിഷൻ നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാകും. 2001 പ്രോബ 1 പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന പ്രോബ 3 മിഷനുമായിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് ഫസ്റ്റ് ലോഞ്ച് ഫ്രം ഇന്ത്യ സിൻസ് പ്രോബ 1 മിഷൻ 2001. 2001 പ്രോബ 1 വന്നതിന് ശേഷമുള്ള ആദ്യത്തെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇന്ത്യൻ കൊളാബറേഷനിൽ വരുന്ന ഇന്ത്യയിലെ ലോഞ്ച് കൂടിയാണ്. എന്താണ് എയിം? ടു ഒബ്സർവ് സൺസ് കൊറോണ ത്രൂ ഇന്നോവേറ്റീവ് സാറ്റലൈറ്റ് ഫോർമേഷൻ ഫ്ലൈറ്റ്. ചോദ്യം വരാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നാൽ പ്രോബ 3 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായും എയിം ഉണ്ടാവും അല്ലേ. സണ്ണിന്റെ കൊറോണ എന്താണ് ഒബ്സർവ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഒരു ഫ്ലൈറ്റ് പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ടു ഒബ്സർവ് ദ സൺസ് കൊറോണ ത്രൂ ഇന്നോവേറ്റീവ് സാറ്റലൈറ്റ് ഫോർമേഷൻ ഫ്ലൈറ്റ്. കൊറോണ എന്ന് പറയുമ്പോൾ എന്താണ്? കൊറോണ എന്ന് പറയുമ്പോൾ നമ്മുടെ COVID-19 അല്ല, സണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ആണ് കൊറോണ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് കൊമേഴ്ഷ്യൽ മിഷൻ ഓഫ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് ഏതാണ്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച് ഓർമ്മയുണ്ടോ? ഇതുപോലെ പ്രോബ 3 എന്നൊക്കെ വലിയ കാര്യത്തിൽ പഠിച്ചു വിട്ട് അവസാനം എക്സാം ഹാളിലെത്തിയപ്പോൾ എന്താണ് പ്രോബ 3 അല്ലെങ്കിൽ ഈ ഒരു മിഷനും പ്രോബ 3 അല്ല, അന്ന് ചോദിച്ച വേറെന്തോ മിഷനാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു: പ്രോബ 3യുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് ഏതാണ്? പ്രോബ 3 അല്ല, അന്ന് വേറെന്തോ ആണ് ചോദിച്ചത്. ഇനി ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചോദിക്കുക അല്ലേ. സോ നമ്മളെല്ലാം പഠിച്ചു പോയിട്ട് അവസാനം അവരെന്ത് ചോദിച്ചു? ആ ഒരു കൊമേഴ്ഷ്യൽ വിങ്ങിൻ്റെ അല്ലേ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. സോ അത്തരത്തിൽ ചോദ്യങ്ങൾ വരും. 2024 ഡിസംബർ 5 പ്രോബ 3 മിഷൻ ലോഞ്ച് ചെയ്തത്. റോക്കറ്റ് PSLV XL-C-15 ആയിരുന്നു. ലോഞ്ച് സൈറ്റ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്താണ്? പ്രസാർ ഭാരതി ലോഞ്ചസ് OTT പ്ലാറ്റ്ഫോം വേവ്സ്. നമ്മുടെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ടൊരു OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു അതിൻ്റെ പേര്? സീ സ്പേസ് എന്നതായിരുന്നു കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അതുപോലെ തന്നെ പ്രസാർ ഭാരതി, ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസാർ ഭാരതി കൂടെ റീസെൻ്റ് ആയിട്ടൊരു OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്?
വേവ്സ് എന്നതാണ്. ഓക്കെ, പ്രസാർ ഭാരതി ലോഞ്ചസ് OTT പ്ലാറ്റ്ഫോം നെയ്മഡ് വേവ്സ്. ദൂരദർശൻ ഇന്ത്യസ് ഐക്കോണിക് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ഹാസ് വെഞ്ചുവേർഡ് ഇൻ ടു ദ OTT ഓവർ ദ ടോപ്പ്. അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. പ്ലാറ്റ്ഫോം സ്പേസ് ടു കാട്ട് ടു ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഡിജിറ്റൽ സ്ട്രീമിംഗ് സർവീസ്. നമുക്കറിയാം ഇന്ന് എന്താണ് തിയേറ്ററിലൊക്കെ ആളുകൾ പോയി കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട്, കാണുന്നില്ല എന്നല്ല, കൂടുതൽ ആളുകൾ OTT വെയിറ്റ് ചെയ്യുന്നല്ലേ. OTT എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, ZEE5, സോണി ലിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സോ അവിടെ എന്താണ് പ്രദർശിപ്പിക്കുന്നത്, സിനിമകളും വെബ് സീരീസും അതുപോലെയുള്ള മറ്റു കണ്ടന്റ്, പഴയ സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ. പണ്ട് നമ്മൾ CD-യും DVD ഒക്കെ എടുത്തിട്ട് സിനിമ കണ്ടതിന് പകരം ഇപ്പം എന്താണ്, ഇപ്പോൾ ഒന്ന് ഇതുപോലുള്ള OTT ആപ്സിൽ തപ്പിയാൽ മതി അല്ലേ. ആ രീതിയിൽ ദൂരദർശനം എന്താണ് ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് മാറുകയാണ്. പ്രസാർ ഭാരതി ഇന്ത്യസ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ലോഞ്ച് ഇറ്റ്സ് OTT പ്ലാറ്റ്ഫോം. പേരെന്താണ്, വേവ്സ് എന്നതാണ് പേരാണ് ചോദിക്കുക. 12 ഇന്ത്യൻ ഭാഷകളിൽ ഇത് ലഭ്യമാണ്. 55ാമത്തെ IFFI ഗോവയിൽ വെച്ച് നടന്നിട്ടില്ലേ, അന്നായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവയുടെ സമയത്താണിത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്, ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറായിട്ട് മാറിയല്ലേ. അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് കളിയിൽ തന്നെ എന്താണ് 290 സംതിങ് നേടിയല്ലേ. അതെന്താണ്, അത് ICC അംഗീകരിച്ച വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ. അത് പിന്നീട് എന്താണ്, സിംബാബ്വെ 200 സംതിങ്ങിലൊക്കെ പോയിട്ടുണ്ട്, 240 സംതിങ്ങിലെങ്ങാണ്ട് സിംബാബ്വെ പോയിട്ടുണ്ട്. ബട്ട് സിംബാബ്വെ എന്താണ്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനൊന്നും ഭാഗമല്ല അല്ലേ. സോ അത്തരത്തിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു ടീം നേടുന്ന ഉയർന്ന സ്കോർ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ ഭദ്രമാണ്. ഈ 283 ശേഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോർ ഇന്ത്യ സ്വന്തമാക്കി. ഈ മത്സരത്തിൽ എന്താണ്, ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ 219 റൺസിന്റെ ലോക റെക്കോർഡ് നേടിയല്ലേ. ഒരു വർഷം 2020 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായിട്ടും സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട്. ഓക്കെ, ആദ്യ ബാറ്ററാണ്. 2ാമത്തെ ബാറ്ററായിട്ട് ആര് മാറിയിട്ടുണ്ട്, തിലക് വർമ്മയും മാറിയിട്ടുണ്ട്. ഒരു കലണ്ടർ ഇയറിൽ 3 T20 സെഞ്ചുറി നേടുന്ന ആദ്യ താരമായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട്. തിലക് വർമ്മയുടെ റെക്കോർഡ് ചോദിച്ചാൽ 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായിട്ട് തിലക് വർമ്മ മാറിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ ഹാർട്രിക് സെഞ്ചുറി എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ തുടർച്ചയായിട്ട് 3 സെഞ്ചുറി, 2 ഈ പറയുന്നത് പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഒന്നെന്താണ് ഡൊമസ്റ്റിക് ടൂർണമെന്റിലുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. സോ 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായിട്ട് ഇന്ത്യയുടെ തിലക് വർമ്മ മാറിയിട്ടുണ്ട്. തിലക് വർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും 2 പേരും അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 4ാമത്തെയും അവസാനത്തെയുമായുള്ള സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാൻ വേണ്ടി സാധിച്ചു. എന്താണ്, ബീവർ മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന 2024 4ാമത്തെയും അവസാനത്തെയുമുള്ള സൂപ്പർ മൂൺ എന്താണ്, നവംബർ 16 ആകാശത്ത് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. ചോദ്യം വരാം, ബീവർ മൂൺ എന്നായിരുന്നു ആകാശത്ത് വിസിബിൾ ആയതെന്ന് ചോദിക്കാം. നവംബർ 16 അടുത്ത എന്താണ്, റേഷൻ കാർഡിലെ പിശകുകൾ പരിഹരിക്കാം തെളിമ 2024 പദ്ധതിയുമായിട്ട് കേരള സർക്കാർ. എന്താണ്, നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഉടമയുടെ പേര്, വയസ്സ്, മേൽവിലാസം ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉടമയുമായിട്ട് ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നു. അതിന് ഗവൺമെൻറ് നൽകിയ പേരാണ് തെളിമ 2024. എന്താണ് കാര്യം, നമ്മുടെ റേഷൻ കാർഡുകളിൽ ഈ പറയുന്ന രീതിയിൽ ഉടമയുടെ പേരിൽ വ്യത്യാസങ്ങൾ വന്നു, സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, വയസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മേൽവിലാസമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകൾ വന്നു. സോ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ട് തെളിമ 2024 എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നു. റേഷൻ കാർഡിലെ പിശകുകൾ പരിഹരിക്കാം തെളിമ 2024 പദ്ധതിയുമായിട്ട് കേരള സർക്കാർ. ചോദിക്കും, തെളിമ 2024 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്ന പദ്ധതിയാണ് അല്ലേ. തെളിമ 2024 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിൽ തെറ്റു തിരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ രീതിയിൽ അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 2025 CCPI അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് പുറത്തുവിട്ടു. ആക്ച്വലി ഇത് 2024 റിപ്പോർട്ടാണ്. 2024 റിപ്പോർട്ട് 2025 എന്ന പേരിലാണ് അവർ പുറത്തു വരുന്നത്. ഇതേപോലെ തന്നെ 2023 റിപ്പോർട്ട് അവർ 2024 എന്ന പേരിലാണ് പുറത്തുവിട്ടത്. കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ഈ ഒരു പേര് കാണുമ്പോൾ 2025 എന്ന് കാണുമ്പോൾ ഒരു വർഷം
പിറകെ ചിന്തിച്ചാൽ മതി. 2024 റിപ്പോർട്ടാണ്, 2024 ഇയർ ബേസ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 എന്ന് പറയുമ്പോൾ 2024 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 ഈസ് റിലീസ്ഡ് ബൈ തിങ്ക് ടാങ്ക് ജർമ്മൻ വാച്ച് ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. ഇവരൊക്കെ ചേർന്നിട്ടാണല്ലോ ജർമ്മൻ വാച്ചും ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ചേർന്നിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടത്. ഡെൻമാർക്ക് ഫോർ ദ 4th പ്ലേസ് റാങ്കിങ് ഇൻ ദിസ് ഇയർ. ഡെൻമാർക്ക് 4ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ആരാണ്? ആരുമില്ല. 1, 2, 3 സ്ഥാനങ്ങളിൽ ആരുമില്ല. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായുള്ള ഒരു പോയിന്റ് ഉണ്ട്. 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം അല്ലെങ്കിൽ 3ാം സ്ഥാനം കിട്ടണമെങ്കിൽ ആ പോയിന്റിൽ മിനിമം ഇത്ര പോയിന്റെങ്കിലും കിട്ടിയിരിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന് പോലും ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ 3 സ്ഥാനങ്ങളിൽ വേണ്ട പോയിന്റ് കിട്ടിയിട്ടില്ല. 4ാമത്തെ സ്ഥാനത്തേക്ക് വേണ്ട പോയിന്റ് ഡെൻമാർക്കിന് ഫോർച്യുനേറ്റ്ലി കിട്ടിയതുകൊണ്ട് ഡെൻമാർക്ക് 4ാം സ്ഥാനത്തെത്തി. ഡെൻമാർക്ക് ഹോൾഡ് ദ 4th പ്ലേസ് റാങ്കിങ് ഇൻ ദിസ് ഇയർ CCPI ആൻഡ് ഈസ് അഗെയിൻ ദ ഹയസ്റ്റ് റാങ്ക്ഡ് ഓഫ് ഓൾ 4 കൺട്രീസ് സർവേഡ്. ആദ്യ 3 സ്ഥാനങ്ങളിൽ ആരുമില്ല. നെതർലാൻഡ് 5ാമതും UK 6ാമതുമാണ്. ഇനി ഇന്ത്യയുടെ റാങ്കിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യയുടെ റാങ്കിംഗ് എത്രാമതാണ്? 10ാമതാണ്. 2024 റിപ്പോർട്ട് 2025 എന്ന തലക്കെട്ടോടുകൂടെ വന്നു. സോ 10ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇനി 2024 റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ 2023 ബേസ് ഇയർ അല്ലേ. ഇവിടെ 2025 റിപ്പോർട്ടിൽ 2024 ബേസ് ഇയർ, 2024 റിപ്പോർട്ടിൽ 2023 ബേസ് ഇയർ. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 7th ആയിരുന്നു. ആലോചിച്ച് വെക്കണം. 2025 അവിടെ 2024 ഞാൻ ബ്രാക്കറ്റ് കൊടുക്കാം. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 10ാമതായിരുന്നു. ഇനി 2024 റിപ്പോർട്ട് 2023 ആയിരുന്നു ബേസ് ഇയർ. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 7th ആയിരുന്നു. ഇനി 2023 ബേസ് ഇയർ ഏതായിരിക്കും? 2022 ആണല്ലേ. മാത്സ് പഠിപ്പിക്കുന്ന പോലെയായി. അവിടെ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്? 8th ആണ്. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 10ന്ന് 7ലെത്തി, 7ന്ന് 8ലെത്തി. ആ രീതിയിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ്. 10ന്ന് 7ല്ല, 8ന്ന് 7ലേക്ക് എത്തി, 7ന്ന് 10ലേക്ക്, 8ന്ന് ബെറ്റർ ചെയ്ത് 7ലേക്ക് എത്തി, 7ന്ന് മോശമായിട്ട് 10ലേക്ക് എത്തി. ആ രീതിയിലാണ് ഇന്ത്യയുടെ റാങ്കിങ് വരുന്നത്. സോ ആ ഒരു കാര്യം അവിടെ നിന്ന് പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? പ്രൈം മിനിസ്റ്റർ മോഡി ഗിഫ്റ്റ് കൊലാപൂർ സിലോഫർ 5ാമത് കലാഷ് ടു നൈജീരിയൻ പ്രസിഡന്റ്. എന്താണ് കാര്യം? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെൻ്റ് ആയിട്ട് നൈജീരിയൻ പ്രസിഡന്റിന് കൊലാപൂർ സിലോഫർ 5ാമത് കലാഷ് സമ്മാനമായിട്ട് നൽകി അല്ലേ. കൊലാപൂർ സിലോഫർ 5ാമത് കലാഷ് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ ഒരു പ്രത്യേക ഡിസൈൻ എന്നൊക്കെ പറയാം. ഇതൊരു പോർട്ടാണ്. ആക്ച്വലി ഒരു പോർട്ടാണ്. വളരെ യുണീക്കായി ഡിസൈൻ ചെയ്ത ഒരു പോർട്ടാണ്. പ്രൈം മിനിസ്റ്റർ ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ ലീഡർ ടു വിസിറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ നേഷൻ ഇൻ 17 years. കഴിഞ്ഞ 17 വർഷമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും, അതായത് മൻമോഹൻ സിംഗിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇത്തരത്തിൽ നൈജീരിയ അല്ലെങ്കിൽ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ നേഷൻ സന്ദർശിച്ചിട്ടില്ല. അത്തരത്തിലൊരു വെസ്റ്റ് ആഫ്രിക്കൻ നേഷൻ 17 വർഷങ്ങൾക്ക് ഇപ്പുറം സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറുകയും സോ അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് അദ്ദേഹം എന്താണ് സിലോഫർ 5ാമത് കലാഷ് സമ്മാനിക്കുകയും ചെയ്തത്. ദ പ്രൈം മിനിസ്റ്റർ റിസീവ്ഡ് വൈബ്രന്റ് വെൽക്കം അപ്പോൺ ഹിസ് അറൈവൽ ഇൻ ദ ക്യാപിറ്റൽ അബൂജ. എവിടെയാണ് ക്യാപിറ്റൽ വരുന്നത്? നൈജീരിയയുടെ അബൂജയാണല്ലേ. ബൈ ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ദ നൈജീരിയൻ ലീഡർഷിപ്പ്. പ്രൈം മിനിസ്റ്റർ മോദി ഗിഫ്റ്റ് കോലാപൂസ് സിലോഫർ 5ാമത് കലാഷ് ടു നൈജീരിയൻ പ്രസിഡന്റ്. കോലാപൂരിൻ്റെ, മഹാരാഷ്ട്രയിലെ കോലാപൂരിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നിർമ്മാണ സാധനമായിട്ടുള്ള സിലോഫർ 5ാമത് കലാഷ് ഒരു പോർട്ടാണ്. അവർ നിർമ്മിച്ചു നൽകുന്ന ഒരു പോർട്ടാണ് ദ സിലോഫർ 5ാമത് കലാഷ്. ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് 5ാമത് കലാഷ് ഈസ് ഹാൻഡി ക്രാഫ്റ്റഡ് പോട്ട്. ഒരു കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പോർട്ടാണ് ഇത്. ഇറ്റ് ഇസ് എ സ്റ്റണ്ണിങ് എക്സാമ്പിൾ ഓഫ് കോലാപൂർ ട്രഡീഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഫ്രം മഹാരാഷ്ട്ര. ദ ഡെക്കറേറ്റീവ് ഐറ്റം is made from high quality silver and features intricate engravings, floral patterns and deposition of deities showcasing the renowned metal work of the Kolhapur region. പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല രീതിയിൽ അവരത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡയറ്റീസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്തരത്തിൽ വെസ്റ്റ് ആഫ്രിക്കൻ നേഷൻ ആയിട്ടുള്ള നൈജീരിയ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സന്ദർശിച്ച സമയത്ത് അവിടെ നൽകിയ ഗിഫ്റ്റ് എന്തായിരുന്നു? കോലാപൂരിൻ്റെ സിലോഫർ 5ാമത് കലാഷായിരുന്നു. അത് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ജപ്പാൻ, പെറു, US ആൻഡ് വെയിൽസ് പാർട്ണർ ദ ഹോൺബിൽ ഫെസ്റ്റിവൽ 2024. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ടല്ലേ. എവിടെയാണ്? നാഗാലാൻഡിൻ്റെ തനതായിട്ടുള്ള ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത്തവണ 4 രാജ്യങ്ങളും ഒരു സംസ്ഥാനവും എന്താണ് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലുമായിട്ട് 2 സംസ്ഥാനം ഹോൺബിൽ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ട്നേഴ്സായിട്ട് മാറിയിട്ടുണ്ട്.
രാജ്യങ്ങൾ ചോദിച്ചാൽ ജപ്പാൻ. 4 രാജ്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ജപ്പാൻ ഉണ്ട്, പെറു ഉണ്ട്, US ഉണ്ട്, അതുപോലെ വെയിൽസ് ഉണ്ട്. സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ സിക്കിം ഉണ്ട്, തെലങ്കാന ഉണ്ട്. 4 രാജ്യങ്ങളും 2 സംസ്ഥാനങ്ങളുമാണല്ലേ. ദിസ് ഇയർ ദ ഹോൺബിൽ ഫെസ്റ്റിവൽ വിൽ ഫീച്ചർ 4 കൺട്രി പാർട്ട്നേഴ്സ് വിത്ത് വെയിൽസ്, US, ജപ്പാൻ ആൻഡ് പെറു, along with 2 സ്റ്റേറ്റ് പാർട്ട്നേഴ്സ് സിക്കിം ആൻഡ് തെലങ്കാന. ദിസ് വിൽ ബി ദ 25th എഡിഷൻ ഓഫ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ 25ാമത്തെ എഡിഷനാണ് 2024 നടന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെ വെച്ച് നടക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തവണ ചിലപ്പോൾ എന്താണ് പാർട്ണർ കൺട്രി, പാർട്ണർ സ്റ്റേറ്റ് ഒക്കെ ചോദിക്കാം. പാർട്ണർ കൺട്രി ചോദിച്ചാൽ ജപ്പാൻ, പെറു, US, വെയിൽസ് 4 രാജ്യങ്ങൾ. പാർട്ണർ സ്റ്റേറ്റ് ചോദിച്ചാൽ സിക്കിമും തെലങ്കാനയും. 10-day ഹോൺബിൽ ഫെസ്റ്റിവൽ വിൽ ബി ദ കിസാമ നിയർ കൊഹിമ സ്റ്റാർട്ടിംഗ് ഡിസംബർ 1. ഡിസംബർ 1-ാം തീയതി തൊട്ടിട്ട് കൊഹിമയിൽ വെച്ചിട്ടാണ് ഈ ഒരു 10-day ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. The announcement was made jointly by Nagaland Chief Minister Neiphiu Rio during the meeting in New Delhi. ന്യൂഡൽഹി വെച്ച് നടന്ന മീറ്റിംഗിൽ നെയ്ഫു റിയോ ആണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. നോൺ ആസ് എ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ, the event attracts visitors from across the world to witness the state's vibrant tradition, food, arts and craft. He said. ജസ്റ്റ് അവിടെ ആ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യമാണ്. ഇത് കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഡാറ്റ കൊടുത്തത്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ഡിഫൻസ് വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി. റീസെൻ്റ് ആയിട്ട് നടന്ന വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ നമ്മുടെ ഇന്ത്യ എന്താണ് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ട്. അതായത് 2023 ഇന്ത്യ തന്നെയായിരുന്നു ചാമ്പ്യന്മാർ, ഇത്തവണയും ഇന്ത്യ തന്നെ ചാമ്പ്യന്മാരായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. സോ ഇന്ത്യ ഡിഫൻസ് വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2024. The 2024 Women's Asian Champions Trophy was the 8th edition of Women's Asian Champions Trophy. Women's Asian Champions Trophyയുടെ 8ാമത്തെ എഡിഷൻ ആയിരുന്നു. അത് എവിടെ വെച്ച് നടന്നു? ബീഹാറിലെ രാജ്ഗീറിൽ വെച്ചിട്ടാണ് നവംബർ 11 തൊട്ടിട്ട് 20 വരെ ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. This was the second time and the second consecutive time India hosted the Women's Asian Champions Trophy. 2ാമത്തെ തവണയാണ് ഇന്ത്യ എന്താണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായുള്ള 2ാമത്തെ തവണ കൂടിയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ദ ഹോസ്റ്റ് ഇന്ത്യ വിത്ത് ഡിഫൻഡിംഗ് ചാമ്പ്യൻ. ഓൾറെഡി 2023 ഇന്ത്യ തന്നെയായിരുന്നു വിജയിച്ചത്. ദ ഡിഫൻഡഡ് ദ ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് ചൈന ഇൻ ദ ഫൈനൽ ടു വിൻ ദ 3rd ടൈറ്റിൽ. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 തവണ ഇന്ത്യ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. 2 തവണ ആതിഥേയത്വം വഹിച്ചു. ടോട്ടൽ എത്ര കിരീടം ഇതോടെ ഇന്ത്യക്കുണ്ട്? 3 കിരീടം ഉണ്ട് അല്ലേ. ചൈനയാണ് പരാജയപ്പെടുത്തത്. 1ാം സ്ഥാനം ഇന്ത്യ ഗോൾഡ്, 2ാം സ്ഥാനം ചൈന സിൽവർ, 3ാം സ്ഥാനം എന്താണ് ജപ്പാൻ ബ്രോൺസും ഉണ്ട്. മലേഷ്യയാണ് ജപ്പാൻ പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ് എന്താണ്? ഈഡൻ ഗാർഡൻസ് ടു ഹോണർ ജൂലൻ ഗോസ്വാമി വിത്ത് സ്റ്റാൻഡ്. റീസെൻ്റ് ആയിട്ട് ഈഡൻ ഗാർഡൻ, കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡനിൽ വെച്ചിട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ഫസ്റ്റ് T20 ഇന്റർനാഷണൽ മാച്ച് നടത്തിയിട്ടുണ്ട് അല്ലേ. അതായത് ഇംഗ്ലണ്ട് ഇന്ത്യ 2020 ഇന്റർനാഷണൽ മാച്ചിന്റെ ഫസ്റ്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജൂലൻ ഗോസ്വാമിയുടെ പേരിൽ ഒരു സ്റ്റാൻഡ് അവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ട കാര്യം കണ്ടിട്ടുണ്ടാവില്ല. ജൂലൻ ഗോസ്വാമിയൊക്കെ ഈ ഒരു ഇവന്റിൽ പ്രസന്റ് ആയിരുന്നു. സോ ആ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായിരുന്നു നമുക്ക് കറണ്ട് അഫെയറിൽ ഇവിടെ പറയാനുള്ളത്. ഈഡൻ ഗാർഡൻ ഇൻ കൊൽക്കത്ത, ഇന്ത്യ വിൽ ഹോണർ ജൂലൻ ഗോസ്വാമി വിത്ത് എ സ്റ്റാൻഡ് നെയ്മഡ് ആഫ്റ്റർ ഹർ. ജൂലൻ ഗോസ്വാമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണല്ലേ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ, വുമൺസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ആരാണ്? 255 വിക്കറ്റ് എടുത്തിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ആരാണ്? ജൂലൻ ഗോസ്വാമി. ഇപ്പം നിലവിൽ വിരമിച്ചു. ഈഡൻ ഗാർഡൻസ് ഇൻ കൊൽക്കത്ത, ഇന്ത്യ വിൽ ഹോണർ ജൂലൻ ഗോസ്വാമി വിത്ത് എ സ്റ്റാൻഡ് നെയ്മഡ് ആഫ്റ്റർ ഹർ. The stand will be inaugurated on January 22nd, 2025 during the India West England T20 match. ഞാൻ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജൂലൻ ഗോസ്വാമി is a former Indian cricketer who is considered one of the best fast bowlers in women cricket. Women cricket one of the best fast bowlers only by taking 255 wicket and holds a record for taking most number of wicket in women's one day international cricket. അതും ചോദ്യം വരാം. വനിതകളുടെ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ താരമാരാണ്? ജൂലൻ ഗോസ്വാമിയാണ്. 2010 നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ടും 2012 പത്മശ്രീ നൽകിയിട്ടും ജൂലൻ ഗോസ്വാമിയെ ആദരിച്ചിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? സീ പ്ലെയിൻ പദ്ധതി. റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളയും തമ്മിൽ കോർത്തിണക്കുന്ന പദ്ധതിയായിട്ടാണ് സീ പ്ലെയിന് വന്നത്. വിമാനങ്ങളെ പോലെ തന്നെ എല്ലാതരം സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സീ പ്ലെയിനുകൾ പറക്കുക. ഇവ ഇന്ത്യൻ വ്യോമയാന
മന്ത്രാലയത്തിന്റെ കീഴിൽ അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാണ് പറക്കുക. സോ സീ പ്ലെയിൻ പദ്ധതി വന്നു. എന്തിനാണ് സീ പ്ലെയിൻ പദ്ധതി വന്നത്? കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളയും കോർത്തിണക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സീ പ്ലെയിൻ പദ്ധതിയാണ്. ടൂറിസത്തിന്റെ ഭാഗമായിട്ട്, കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സീ പ്ലെയിൻ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? കേരളാസ് ഫസ്റ്റ് 24/7 ഓൺലൈൻ കോർട്ട് ഓൺ കോഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കൊല്ലം. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോർട്ട്, അല്ലെ 24 മണിക്കൂറും സേവനം ലഭ്യമാവുന്ന കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ കോർട്ട് എവിടെ വന്നു? തീർച്ചയായിട്ടും ചോദ്യം വരും. ഇത്തരത്തിലെ ചോദ്യങ്ങൾ കണ്ടാൽ PSC ചോദിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. കേരളത്തിൽ ഇതുവരെ എന്താണ് ഇത്തരത്തിലെ ഓൺലൈൻ കോർട്ട് ഉണ്ട്. 24/7 ലഭ്യമാവുന്ന ഓൺലൈൻ കോർട്ട് ഉണ്ടായിരുന്നില്ല. ഓൾറെഡി കേരളത്തിൽ നിന്നാണ് കെട്ടിക്കിടക്കുന്ന ഒരുപാട് കേസുകൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. മെയിനായിട്ട് എന്താണ് ലീഗൽ റെമഡീസും അതുപോലെ ചെക്ക് കേസും കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ November 2024 ടു റെഡ്യൂസ് ബാക്ക്ലോഗ് ഓഫ് കേസസ്, എസ്പെഷ്യലി ഡിസ്ഹോണേർഡ് ചെക്ക് കേസസ്. ദ കോഡ് ഈസ് പൈലറ്റ് സ്കീം ദാറ്റ് ഈസ് എയിംസ് ടു മേക്ക് ലീഗൽ റെമഡീസ് മോർ ആക്സസിബിൾ. ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. എന്താണ് കാര്യം? നമുക്കറിയാം ഡ്രോണുകൾ അറിയാം അല്ലേ. സോ ഡ്രോണുകൾ ഇങ്ങനെ പറക്കുന്ന സമയത്ത് അതിനടുത്തുകൂടെ എന്താണ് പക്ഷികൾ പൊതുവെ പറക്കാറില്ല. പേടിച്ചിട്ട് പക്ഷികൾ എന്താണ് മാറി പറക്കാറുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ചിട്ട് പക്ഷികളുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഡ്രോൺ കാണുമ്പോൾ തന്നെ പക്ഷികൾ എന്താണ് ആ ഒരു സംസ്ഥാനം തന്നെ വിടും, അജാതി പോക്ക് പക്ഷികൾ പോവും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ മരണപ്പെട്ട പക്ഷികളൊക്കെ ഉണ്ടാവില്ല, സ്വാഭാവിക മരണമൊക്കെ സംഭവിച്ച അതിനെ കൊല്ലുന്നതല്ല, അതായത് ഈ ഡ്രോണാക്കാൻ വേണ്ടി കൊല്ലുന്നതല്ല, സ്വാഭാവിക മരണം സംഭവിച്ച പക്ഷികൾ എന്ത് ചെയ്യും? ആ പക്ഷികളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ശരീരം എന്താണ് ഡ്രോണാക്കി മാറ്റും. സോ പറക്കുന്നത് കാണുമ്പോൾ എന്താണ് ഒരു പക്ഷി പറക്കുന്നത് പോലെ തന്നെ തോന്നും അല്ലേ. സോ മറ്റു പക്ഷികൾ എന്താണ് പേടിച്ചിട്ട് മാറി നിൽക്കത്തില്ല. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കാര്യം ഒറിജിനൽ പക്ഷികൾ തന്നെയാണ്. ബട്ട് മരണശേഷം അതിനെടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഡ്രോണാക്കിയിട്ട് മാറ്റുന്നു. അത്തരത്തിൽ അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോൺ. നമുക്ക് വേണേൽ സോംബി എന്നൊക്കെ പഠിക്കാം. സോംബി എന്നാണ് അവർ നമ്മളെ പേടിപ്പെടുന്ന കാര്യമാണല്ലേ. അതുപോലെ പക്ഷികളെ പേടിപ്പെടുന്ന സോംബി എന്ന രീതിയിൽ സോബി ഡ്രോൺസ് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റീസെൻ്റ് ആയിട്ട് ഒരുപാട് രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. 19ഓളം രാജ്യങ്ങൾ അവരുടെ ഹയസ്റ്റ് റെക്കഗ്നിഷൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. സോ നൈജീരിയ, ബ്രസീൽ, ഗയാന, നൈജീരിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ, ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് ദ നൈജർ, നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിംബു എന്താണ് ഗയാനയുടെ പരമോന്നത ബഹുമതിയായുള്ള ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായുള്ള ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? പ്രധാനമന്ത്രി റീസെൻ്റായിട്ട് നൈജീരിയ എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ച സമയത്ത് നൈജീരിയയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ. അത് നൈജീരിയൻ പ്രസിഡന്റായുള്ള ബോല അഹമ്മദ് ടിൻബു നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ഗയാന സന്ദർശിച്ചെന്ന് പറഞ്ഞല്ലേ. ഗയാനയുടെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് എക്സലൻസ്. അതാരാണ്? പ്രസിഡന്റ് ആയിട്ടുള്ള ഇർഫാൻ അലി നൽകി. ഇനി ഡൊമിനിക്ക അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഡൊമിനിക്ക സന്ദർശിച്ച സമയത്ത് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയാണ് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ. അത് പ്രസിഡന്റ് സിൽവേനി ബർട്ടണും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു അവാർഡ്, 3 അവാർഡ് ഉണ്ടല്ലോ, 3 അവാർഡും പഠിച്ചു വയ്ക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അതുപോലെ 3 പ്രസിഡന്റുമാരുടെ പേരും ഇവിടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഡൊമിനിക്കയുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയുണ്ട്. ഡൊമിനിക്ക ടു അവാർഡ്, ഇറ്റ്സ് ഹയസ്റ്റ് നാഷണൽ ഓണർ ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. PM മോദി വാസ് കൺഫേർഡ് ദ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ബൈ പ്രസിഡന്റ് ബർട്ടൺ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആരാണ്? സിൽവേനി ബർട്ടൺ ആണ് ഓഫ് ഡൊമിനിക്ക ഡ്യൂറിങ് ഇന്ത്യ കാരിക്കോം സമ്മിറ്റിനിടയിലാണ് നൽകിയത്. ഡൊമിനിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു ബന്ധുവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ 2021 ആ ഒരു കോവിഡ് സമയത്ത് എന്താണ് AstraZeneca എന്ന് പറഞ്ഞ COVID-19 വാക്സിനൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൂടെ ഓർത്ത് വെക്കണം. ഗുയാന, ബാർബഡോസ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഒരു അവാർഡ് നൽകിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഗയാന, ബാർബഡോസ് വിൽ ഓൾസോ കൺഫർ ദ ടോപ്പ് അവാർഡ് ഓൺ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ടോട്ടൽ എത്രയാണ്? 19 അവാർഡ്സ് അദ്ദേഹത്തിന് ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നൈഗറിൻ്റെ കാര്യവും വരുന്നുണ്ട്. അതൊക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട്. വിക്ടോറിയ
കെച്ചർ തെൽവിക് ബിക്കം ഡെൻമാർക്സ് ഫസ്റ്റ് മിസ് യൂണിവേഴ്സ്. എന്താണ് 2024 മിസ് യൂണിവേഴ്സ് പ്രഖ്യാപിച്ചു അല്ലേ? ഇതേ ഇവിടെ 2022, 2023 ഇതൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ എന്താണ് PSC മുൻപ് ചോദിച്ച ചോദ്യമാണ്. സോ 104 വേണ്ട, 105% നമുക്ക് പിടിക്കുക. ഉറപ്പായിട്ട് ചോദിക്കും മിസ് യൂണിവേഴ്സ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. സോ 2024 മിസ് യൂണിവേഴ്സ് ആരാണ്? 73rd മിസ് യൂണിവേഴ്സ് ആണല്ലേ. 73rd മിസ് യൂണിവേഴ്സ് ആയിട്ട് വന്നത് വിക്ടോറിയ കെച്ചർ തെൽവിക് ആണ്. ഏത് രാജ്യക്കാരാണ്? മെക്സിക്കോക്കാരിയാണ്. ആദ്യമായിട്ടാണ് ഒരു മെക്സിക്കോക്കാരി ഇത്തരത്തിൽ മിസ് യൂണിവേഴ്സ് ആയിട്ട് മാറുന്നത്. മിസ് യൂണിവേഴ്സ് ഇസ് ആൻ ആനുവൽ ഇന്റർനാഷണൽ മേജർ ബ്യൂട്ടി പെജന്റ് ദാറ്റ് ഈസ് റൺ ബൈ തായ്ലാൻഡ് ആൻഡ് മെക്സിക്കൻ ബേസ്ഡ് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ. വിക്ടോറിയ കെച്ചർ തെൽവിക് became ഡെൻമാർക്സ് ഫസ്റ്റ് മിസ് യൂണിവേഴ്സ് ഇൻ 2024. 2024 അതുപോലെ ഡെൻമാർക്കിന്റെ ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആയിട്ട് മാറിയല്ലേ. ദ 21-year-old and entrepreneur won the title at the 73rd മിസ് യൂണിവേഴ്സ് പെജന്റ് മെക്സിക്കോ സിറ്റി. മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ട് തന്നെയാണ് 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരം നടന്നത്. അതിൽ നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രേഖ സിംഘ ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി 71st ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു ഒരുപാട് തവണ, ഇനിയും ചോദിക്കും. 71st 2022 അമേരിക്കയുടെ റബോണി ഗബ്രിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ചോദിച്ചിട്ടുണ്ട്. റബോണി ഗബ്രിയലാണ്. 72ാമത്തെ 2021 നിക്കാർഗ്വയുടെ ഷെയ്നിസ് പലാഷ്യസ് ആണ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി വിക്ടോറിയയുടെ പേര് പഠിച്ചു വെച്ചാൽ മെക്സിക്കോ ആണല്ലേ. മെക്സിക്കയുടെ വിക്ടോറിയയുടെ പേര് അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? പ്രൈം മിനിസ്റ്റർ ഹോണേഡ് വിത്ത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ നൈജർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു നൈജീരിയയുടെ എന്താണ് പ്രധാനപ്പെട്ട ബഹുമതിയുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ നൈജർ ബോല അഹമ്മദ് തിംബു എന്ന് പറഞ്ഞ നൈജീരിയയുടെ പ്രസിഡന്റ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻ എ സെറിമണി അറ്റ് ദ സ്റ്റേറ്റ് ഹൗസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ മിസ്റ്റർ ബോല അഹമ്മദ് തിംബു conferred the national award Grand Commander of the Order of Nigeria on the Prime Minister Narendra Modi. It is for his statesmanship and stellar contribution to fostering India-Nigeria ties. അതുപോലെ തന്നെ 17 വർഷങ്ങൾക്കിടയിൽ നൈജീരിയ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നമ്മുടെ നരേന്ദ്രമോദി. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യമാണ്. അതായത് 1969 ക്യൂൻ എലിസബത്തിന് ഈ പറഞ്ഞ നൈജീരിയയുടെ അവാർഡ് ലഭിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് പോലും നൈജീരിയ ഈ ഒരു അവാർഡ് നൽകി ആദരിച്ചിട്ടില്ല. അങ്ങനെ 1969 ശേഷം 79, 89, 99, 2009, 2019, 55 വർഷങ്ങൾക്ക് ശേഷം 55 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു രാജ്യത്തിന്റെ തലവന് ഈ പറയുന്ന അവാർഡ് നൽകുന്നത്. സോ ക്യൂൻ എലിസബത്തിന് 1969 ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ ലഭിച്ചതിന് ശേഷം അത് 55 വർഷങ്ങൾക്ക് ഇപ്പുറം ലഭിക്കുന്ന ആദ്യത്തെ ഹെഡ് കൂടിയാണ് നരേന്ദ്രമോദി. ദിസ് മാർക്സ് മോദി 17th ഇന്റർനാഷണൽ ഹോണർ. ഓൾറെഡി 19 എത്തി, നമ്മൾ അവിടെ നോട്ട് ചെയ്തപ്പോൾ 17 ആയിരുന്നു. 19 എന്ന് മാറ്റി പഠിച്ചാൽ മതി. ക്യാപിറ്റൽ അബുജയാണ് പറഞ്ഞിട്ടുണ്ട്, നൈജീരിയൻ നയാറയാണ് കറൻസി. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പഥേർ പാഞ്ചാലിയുടെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. സത്യജിത്ത് റായിയൊക്കെ നമുക്കറിയാം അല്ലേ. സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചിത്രമായിരുന്നു പഥേർ പാഞ്ചാലി. ചോദിക്കാറുണ്ട് പഥേർ പാഞ്ചാലി ആരുടെ ചിത്രമാണെന്ന് ചോദിക്കാറുണ്ട്. സത്യജിത്ത് റായിയുടെയാണ്. അതിൽ ദുർഗ എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. ചോദ്യം വരാം, സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചിത്രം പഥേർ പാഞ്ചാലിയിലെ ഉമാദാസ് ഗുപ്തയുടെ ആ ഒരു ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കാം. ദുർഗയാണല്ലേ. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. നെക്സ്റ്റ് എന്താണ്? ഗവൺമെന്റ് അപ്പോയിന്റ്സ് കെ സഞ്ജയ് മൂർത്തിയ നെക്സ്റ്റ് CAG. 106 വേണ്ട, നമുക്കൊരു 110% പിടിക്കാം, അല്ലെങ്കിൽ 200% തന്നെ പിടിക്കാം. ഉറപ്പായിട്ട് CAG ഒക്കെ ഉറപ്പായിട്ട് ചോദിക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതുവരെ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു, GC മുർമു ആയിരുന്നു നമ്മുടെ CAG ആയിട്ടുണ്ടായിരുന്നത്. GC മുർമുയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വന്നിട്ടുണ്ട്? സഞ്ജയ് മൂർത്തി. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സഞ്ജയ് പേരൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മുടെ ചീഫ് ജസ്റ്റിസ്, അതുപോലെയുള്ള പേരുകളാണ്. കെ സഞ്ജയ് മൂർത്തി was sworn in as a Comptroller and Auditor General of India on 21st November 2024 by the Honorable President of India, and he assumed office on the same day. നവംബർ 21 അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഡേറ്റ് ഒന്നും ചോദിക്കത്തില്ല, ബട്ട് പരീക്ഷയ്ക്ക് എന്താണ് പേര് ചോദിക്കും. ഹി വിൽ സക്സീഡ് ഇൻക്യുംബന്റ് ഗിരീഷ് ചന്ദ്ര മുർമു ഹു റിട്ടയറിംഗ് ഓൺ November 20. 2024 നവംബർ 20 ഗിരീഷ് ചന്ദ്ര മുർമു സ്ഥാനമൊഴിയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം വന്നത്. ദ CAG ഓഫ് ഇന്ത്യ ആസ് പെർ ആർട്ടിക്കിൾ 148 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ആർട്ടിക്കിൾ 148 പ്രകാരം എന്താണ് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് വരുന്ന വ്യക്തിയാണല്ലേ. ദ CAG ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് CAG നിയമിക്കുന്നത്.
ഓഫ് ഇന്ത്യ ബൈ വാറൻ അണ്ടർ ഹിസ് ആൻഡ് സിഗ്നൽ. സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് സീലും വെച്ചിട്ടാണ് CAG പ്രസിഡന്റ് നിയമിക്കുന്നത്. ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ CAGയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. CAGയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 148 അതുപോലെ തന്നെ CAG നിയമിക്കുന്ന പ്രസിഡന്റാണ്. CAGയുടെ പ്രായപരിധി, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഏതാണോ ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അതായിരിക്കും CAGയുടെ ടെന്യർ. ദ ഓഫീസ് ഹോൾഡർ serves a term of 6 years or until the age of 65, whichever is earlier. CAG removal is possible by the president on the same ground and process of Supreme Court judge. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമോ അതൊക്കെ CAG പുറത്താക്കാനും പ്രസിഡന്റ് ചെയ്യേണ്ടതായിട്ട് വരും. റിക്വയറിംഗ് എ സ്പെഷ്യൽ മെജോറിറ്റി റെസൊല്യൂഷൻ ഇൻ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഫോർ പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഒന്നുകിൽ അവിടെ പ്രൂവൺ മിസ്ബിഹേവിയർ വരണം, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൂവൺ മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ആ ഒരു കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻകപ്പാസിറ്റി ഉണ്ടെന്ന രീതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പുറത്താക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. മാനസികമായുള്ള പ്രശ്നങ്ങൾ, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് പുറത്താക്കുന്നത്. ബട്ട് അവിടെയും എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. ഹി ക്യാൻ റിസൈൻ അറ്റ് എനി ടൈം ഫ്രം ഓഫീസ് ബൈ അഡ്രസ്സിംഗ് റെസിഗ്നേഷൻ ലെറ്റർ ടു പ്രസിഡന്റ്. ഈ പറഞ്ഞതുപോലെ CAGക്ക് സ്വന്തമായിട്ട് റിസൈൻ ചെയ്തിട്ട് പോകും. ബട്ട് അവിടെ റിസിഗ്നേഷൻ ലെറ്റർ എഴുതുന്ന സമയത്ത് ആരുടെ പേരിൽ എഴുതണം? പ്രസിഡന്റിന്റെ പേരിൽ എഴുതണം. അത്ര മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? SpaceX to launch India's communication satellite GSAT-20. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇത്തരത്തിൽ നമ്മുടെ ISRO എന്ത് ലോഞ്ച് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് PSC. സോ തീർച്ചയായിട്ടും ചോദിക്കും. GSAT-20 എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. നമുക്കറിയുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തു. ആരാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്? SpaceX ആണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. SpaceX നമ്മളെ സഹായിച്ചു. അവരുടെ SpaceXന്റെ ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. എന്തുകൊണ്ട് ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ റോക്കറ്റ് ലോഞ്ചറൊന്നും ഇല്ലേ, നമുക്ക് ഒരുപാട് LVM അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. ഉണ്ട്, കറക്റ്റാണ്. നമ്മുടെ ഏറ്റവും ഹെവിയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി വഹിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് LVM-3 ആണ്. അതിന് മാക്സിമം ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 4000 കിലോഗ്രാമാണ്. മാക്സിമം 4000 കിലോഗ്രാം വെയിറ്റ് ആണ് LVM-3ക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ നമ്മൾ നിർമ്മിച്ച GSAT-20 ഉണ്ടല്ലോ, ആ 4000 കടന്നിട്ട് 4700 കിലോഗ്രാം എത്തി. സോ നമ്മുടെ LVM-3 ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. അങ്ങനെയാണ് നേരെ എങ്ങോട്ടേക്ക് നമ്മൾ വിളിച്ചത്? SpaceXലേക്ക് വിളിച്ചിട്ട് ഇലോൺ മസ്കിനോട് നമ്മൾ ചോദിച്ചു, ഇതൊന്ന് ലോഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഞാൻ ലോഞ്ച് ചെയ്ത് തരാം, പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 4700 കിലോഗ്രാം ഭാരം വരുന്ന GSAT-20 SpaceXന്റെ ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്തു. 2024 നവംബർ 18 ഈ ഒരു കാര്യങ്ങൾ നടന്നത്. സപ്പോസ് GSAT-20 എന്ന് പരീക്ഷയ്ക്ക് ചോദ്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതേതെങ്കിലും ഉണ്ടോ എന്ന് തപ്പിയാൽ മതി. CMS-03 അല്ലെങ്കിൽ GSAT-N2 അങ്ങനെയും വിളിക്കാറുണ്ട്. GSAT-20 ഇസ് എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ ISRO. അതിനെ വിളിക്കുന്ന മറ്റു പേരെന്താണ്? CMS-03 അല്ലെങ്കിൽ GSAT-N2 എന്ന് വിളിക്കാറുണ്ട്. ആ ലോഞ്ച് ഡേറ്റ് 2024 നവംബർ 18 GSAT-20 is launched by using SpaceX ഫാൽക്കൺ റോക്കറ്റ്. SpaceXന്റെ ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. GSAT-20 സാറ്റലൈറ്റ് ഈസ് ഫണ്ടഡ് ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വീണ്ടും വന്നു അല്ലേ. ISROയുടെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റ് ആണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ദ സാറ്റലൈറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ആഡ് ഡാറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ടു ദ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ് ബൈ സ്മാർട്ട് സിറ്റീസ് മിഷൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് എവർ കൊമേഴ്ഷ്യൽ കൊളാബറേഷൻ ബിറ്റ്വീൻ ISRO ആൻഡ് SpaceX. ISROയ്ക്കും SpaceXനും ഇടയിലുള്ള ആദ്യത്തെ കൊമേഴ്ഷ്യൽ കൊളാബറേഷനാണ് ഈ പറയുന്ന GSAT-20 എന്ന രീതിയിൽ പറയുന്നത്. ISRO's heaviest launch vehicle, the LVM-3, is capable of launching 4000 kilogram spacecraft in geosynchronous transfer orbit. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞു 4700 കിലോഗ്രാം ഭാരമുള്ളത് കൊണ്ടാണ് ISROയ്ക്ക് ഒറ്റയ്ക്ക് ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബേസിക് Animal Husbandry Statistics 2024. India's milk production surges by 3.78% in 2023-24. നമ്മളോട് പലപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്നൊരു കാര്യമാണ്, നമ്മളോട് എന്തെങ്കിലും തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിക്കാറുണ്ട് അല്ലേ.
അല്ലെങ്കിൽ 5 സംസ്ഥാനങ്ങൾ തന്നിട്ട് അറേഞ്ച് ചെയ്യാൻ പറയാറുണ്ട്. അത് എടുക്കുന്നത് ഇതുപോലെയുള്ള ഡാറ്റകളിൽ നിന്നാണ്. ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2024 പുറത്തു വന്നിട്ടുണ്ട്. അതിലെ ഡാറ്റാസ് എടുത്താൽ ഇതുപോലുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ത്യസ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 3.78%, അതായത് 239.30 മില്യൺ ടൺസ് ആയിട്ട് 2023-24 മാറിയിട്ടുണ്ട്. വീറ്റും എഗ്ഗും എന്താണ് 4.95%, 3.17% ഉയർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വർധന വന്നിട്ടുണ്ട്. ദിസ് സർവേ യുണീക്ക് ഇൻ ദ കൺട്രി ജനറേറ്റ്സ് ക്രൂഷ്യൽ ഡാറ്റ ഓൺ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് മേജർ ലിവ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് സച്ച് ആസ് മിൽക്ക്, എഗ്ഗ്, മീറ്റ്, വൂൾ. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ലിവ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ എസ്റ്റിമേഷനും കാര്യങ്ങളും ഈ ഒരു ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2024 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കണം. ടോപ്പ് 5 മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് 2023-24 ചോദിച്ചാൽ ഒന്നാമത് ഉത്തർപ്രദേശ് ഉണ്ട്, രണ്ടാമത് രാജസ്ഥാൻ ഉണ്ട്, മൂന്നാമത് മധ്യപ്രദേശ് ഉണ്ട്, നാലാമത് ഗുജറാത്ത് ഉണ്ട്, അഞ്ചാമത് മഹാരാഷ്ട്ര ഉണ്ട്. സോ മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ചോദിച്ചാൽ ഏറ്റവും ലീഡിങ് വരുന്നത് ഉത്തർപ്രദേശ്. ഒരു മാർക്കിന് മാത്രം ലീഡിങ് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഇനി അതിന് എന്താണ് അറേഞ്ച് ഓർഡർ, ടോപ്പ് 5 ഓർഡർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന് അറേഞ്ച് ചെയ്യണം. ഇനി എഗ്ഗിൻ്റെ കാര്യം ചോദിച്ചാൽ ടോപ്പ് എഗ് പ്രൊഡ്യൂസിംഗ് സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യമാണ് ആന്ധ്രാപ്രദേശ് അല്ലേ. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ തമിഴ്നാടു, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ, കർണാടക ആ രീതിയിലോ അറേഞ്ച് ചെയ്താൽ മതി. ഇന്ത്യ എന്നാണ് മിൽക്ക് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്ത് ലീഡിങ്. എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടാമതാണ്. എഗ് പ്രൊഡക്ഷനിൽ ലോകത്ത് ഇന്ത്യ രണ്ടാമതാണ്. ഇനി മീറ്റാണ് ചോദിക്കുന്നതെങ്കിൽ മീറ്റിൽ ഒന്നാമത് വരുന്ന ആരാണ്, വെസ്റ്റ് ബംഗാളാണ് മീറ്റിൽ ഒന്നാമത് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശ്, മൂന്നാമത് മഹാരാഷ്ട്ര, നാലാമത് തെലങ്കാന, അഞ്ചാമത് ആന്ധ്രാപ്രദേശ്. ഇനി വൂളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ ഒന്നാമത് വരുന്നുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ രണ്ടാമത്, ഗുജറാത്ത് മൂന്നാമത്, മഹാരാഷ്ട്ര നാലാമത്, ഹിമാചൽ പ്രദേശ് അഞ്ചാമത്. ഇത്തരത്തിലാണ് ഈ ഒരു ഓർഡറും കാര്യങ്ങളും വരുന്നത്. സോ ഓർത്തു വെക്കണം, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണിത്. ഇതിൽ നിന്ന് ഏത് ചോദിക്കാൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല, എന്ത് വന്നാൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ് എന്താണ്, IIT ഗുവാഹത്തി ടു ഹോസ്റ്റ് നാഷൻസ് ലാർജസ്റ്റ് സയൻസ് ഫെസ്റ്റിവൽ. എന്താണ് കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ അല്ലേ. അത് 2024 ആതിഥേയത്വം വഹിക്കുന്നത് IIT ഗുവാഹത്തിയാണ്. ഓക്കെ, 2024 നവംബർ 30 തൊട്ടിട്ട് ഡിസംബർ 3 വരെയാണ് IIT ഗുവാഹത്തിയിൽ വെച്ചിട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് അറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തി ഡ്യൂറിംഗ് 13th November to 3rd December 2024. The theme of 10th edition IISF is transforming India into an science and technology driven global manufacturing hub. തീം ചോദിക്കാം IISF ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ തീം ചോദിക്കാം ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു ആൻ SNT ഡ്രിവൺ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ് എന്നതാണ്. അവിടെ പ്രധാനമായിട്ട് എന്താണ്, ഈ ഒരു മേഖല സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വളർച്ചയും കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ നോഡൽ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. കോർഡിനേറ്റിംഗ് ബോഡി ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരത്ത് CSIR NIIST ആണ്. അത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അതായത് ഗുവാഹത്തി ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ആതിഥേയത്വം വഹിക്കുന്നത്. 9th എഡിഷൻ എവിടെ വെച്ച് നടന്നു, ഇത് 10th എഡിഷൻ ആണെന്ന് പറഞ്ഞല്ലോ. 9th എഡിഷൻ എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജനുവരിയിൽ എന്താണ്, 2023 എഡിഷൻ, 9th എഡിഷൻ 2023 എഡിഷനാണ്. ബട്ട് നടന്നത് എന്താണ്, 2024 ജനുവരി 17 തൊട്ട് 20 വരെ ഫരീദാബാദിലാണ്, ഹരിയാനയിലെ ഫരീദാബാദിലാണ്. അതായത് ഒരു വർഷം തന്നെ 2 ഫെസ്റ്റിവൽ അല്ലേ. 2024 ജനുവരി 17 തൊട്ടിട്ട് 20 വരെ ഹരിയാനയിലെ ഫരീദാബാദിലും, 2024 നവംബർ 30 തൊട്ടിട്ട് ഡിസംബർ 3 വരെ 10th എഡിഷൻ എന്താണ് IIT ഗുവാഹത്തിയിലും വെച്ച് നടന്നു. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ PN നാരായണൻ ചാക്യാർ PNN ചാക്യാർ അന്തരിച്ചു. അതായത് ചാക്യാർ കൂത്തുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കലാകാരനാണ് കവിയൂർ PN നാരായണൻ ചാക്യാർ. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അന്തരിച്ചു. അതുകൂടെ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം. ഇത്രയുമാണ് 2024 ഡിസംബർ പാർട്ട് 1 വീഡിയോയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസംബർ മാസമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് 2024 പ്രധാനപ്പെട്ട ഒക്ടോബർ, നവംബർ, ഡിസംബർ നമ്മൾ ആ ഒരു മാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ് ആരംഭിച്ചല്ലേ. സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ആ ഒരു പ്രിലിംസ്
മെയിൻസ് അതുപോലെ മറ്റു പരീക്ഷകൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള സംശയമൊന്നുമില്ല. കേരളം അതുപോലെ ഇന്ത്യ ഇന്റർനാഷണൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ വിട്ടുപോവാതെ പറഞ്ഞു പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുന്നു എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും വരുന്ന ഫാക്ട് നിങ്ങൾക്ക് അറിയാമല്ലേ. ബട്ട് അതിൽ തന്നെ എന്താണ് ഹാൻഡ് പിക്കഡ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സാമിന് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു അല്ലേ. അതായത് ഈ രീതിയിൽ പരീക്ഷയ്ക്ക് റീസെൻ്റ് ആയിട്ട് വന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ വന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്കൊരു ക്ലാസ് കൂടിയാണുള്ളത്. പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം. താങ്ക്